ഞാനും നിങ്ങളും നാം എല്ലാവരും കിട്ടാവുന്ന വേദികളിലെല്ലാം വാഴ്ത്താറുള്ള നാമങ്ങളെയെല്ലാം പുകഴ്ത്താറുള്ള വാക്കുകളെയെല്ലാം അപ്രസക്തമാക്കുന്ന സംഭവവികാസങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രബുദ്ധ കേരളമെന്ന്, സാക്ഷര കേരളമെന്ന് ഇങ്ങനെ തുടങ്ങുന്ന വിവിധ പദപ്രയോഗങ്ങളിലൂടെ കേരളീയ സമൂഹത്തിൻ്റെ സാക്ഷരതയിലും പ്രബുദ്ധതയിലുമെല്ലാം നാം അഭിമാനിക്കുകയും അഭിരമിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ആ പ്രബുദ്ധതയ്ക്കപ്പുറം, ആ സാക്ഷരതയ്ക്കപ്പുറം കേരളീയ സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം, ഭീകരമായ ചിത്രം, പ്രാകൃതമായ ചിത്രം, അപരിഷ്കൃതമായ ചിത്രമാണ് ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തോടുകൂടി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആദ്യത്തെയോ അല്ലെങ്കിൽ അവസാനത്തെയോ സംഭവം അല്ല. ഇത് കേരളത്തിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകത്തിൻ്റെ, ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ, പ്രതിയോഗിയെ വകവരുത്തുന്നതിൻ്റെ നീണ്ട ചരിത്രത്തിലെ കണ്ണികളിൽ അവസാനത്തെ, ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസാനത്തെ കണ്ണിയാണ് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് ഭീകരമായി പോയി, ബീഭത്സമായി പോയി. അതിൻ്റെ ഭീകരത കേരളീയ സമൂഹത്തെ നെട്ടിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതോടൊപ്പം തന്നെ അതിനുശേഷവും നാം പഴയ പോലെ തന്നെ ഇത്തരം സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പതിവ് പോലെ ചർച്ചാ സംവാദങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥ പ്രതികളും ഈ ചർച്ചയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ടി.പി. ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മുടെ ചാനലുകളിൽ നിറഞ്ഞാടുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഈ രാജ്യത്തെ രാഷ്ട്രീയ മേലാളന്മാരാണ്. ഈ രാജ്യത്തെ ആധുനിക പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്ന് അറിയപ്പെടുന്നവരും പറയപ്പെടുന്നവരുമാണ്. അവർ തന്നെയാണ് സമാധാനത്തെക്കുറിച്ച്, അവർ തന്നെയാണ് ജനാധിപത്യത്തെക്കുറിച്ച്, അവർ തന്നെയാണ് ഈ രാജ്യത്ത് പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പലപ്പോഴും പുരപ്പുറത്ത് കയറി നമ്മളോട് പ്രഭാഷണം നടത്താറുള്ളതും. ഈ പുരപ്പുറത്ത് കയറി പ്രഭാഷണം നടത്തുന്ന ശുഭ്രവസ്ത്രധാരികളായ രാജ്യത്തിൻ്റെ വിമോചകന്മാരെന്നും രാജ്യത്തെ സമാധാനം കാത്തുസൂക്ഷിക്കുന്നവരുമെന്നും മേനി നടിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങളുടെ പട്ടിക ഈ സന്ദർഭത്തിലെങ്കിലും നാം പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാജ്യത്തെ രാഷ്ട്രീയ കാപ്പട്യം നാം തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്. എന്നും നമുക്ക് പലപ്പോഴും പതിവ് പോലെയുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും അപ്പുറം ഈ വേദി, ഇതുപോലുള്ള വേദികൾ, രാജ്യം മറച്ചുവെച്ച, രാജ്യം തുണിയിട്ട് മൂടിയ, രാജ്യത്ത് പലപ്പോഴും നിഴലായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധോലോക സംഘങ്ങൾക്ക് വാണരുളുവാനുള്ള അവസരമൊരുക്കിക്കൊണ്ടിരിക്കുന്ന കപടമുഖമണിഞ്ഞ രാഷ്ട്രീയ മേലാളന്മാരെ തുറന്നു കാണിക്കുവാനുള്ള സന്ദർഭമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരം ചർച്ചക്ക് ആ അർത്ഥത്തിലെങ്കിലും ഏതോ ഒരു സ്വഭാവത്തിലെങ്കിലും നമുക്ക് സമാധാനിക്കാൻ വകയുണ്ട് എന്നുള്ളതാണ്. ആരാണ് ഈ രാജ്യത്തെ കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് രാഷ്ട്രീയം എന്നതുകൂടി നിലവിലുള്ള സാഹചര്യത്തിൽ നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് വിചാരണ നടത്തുന്നവരും വിചാരണ നടത്തപ്പെടുന്നവരും ഈ പ്രതിപ്പട്ടികയിൽ ഒരുപോലെ തന്നെ ഒരുപക്ഷെ പ്രയോറിറ്റി അനുസരിച്ച് എണ്ണപ്പെടുന്നവരാണ് എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും വിസ്മരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് 1 2 എന്നത് നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ. ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ സർവകലാശാലയിലെ വൈസ് ചാൻസലർ CPI-കാരനാണെങ്കിൽ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അംഗങ്ങളായിട്ടുണ്ടാകും എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്രമാത്രം ഭീകരമായ ഒരു കൊലപാതകമാണ് നടന്നത്. ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരത്ത് കേരളത്തിൽ ഒരുപക്ഷെ മാന്യനായി കൽപ്പിക്കുന്ന അല്ലെങ്കിൽ മാന്യത വകവെച്ചു കൊടുത്തിരിക്കുന്ന ഏതാണ്ട് മാന്യമാണെന്ന് തോന്നുന്ന ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി ദീർഘനേരം അദ്ദേഹവുമായി സംവദിക്കുകയുണ്ടായി. ഈ സംവാദത്തിനിടക്ക് അദ്ദേഹം എന്നോട് ചോദിച്ചോ, നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലും ഇന്ത്യയിലും രൂപപ്പെട്ടു വരുന്ന ഒരു സംശുദ്ധ രാഷ്ട്രീയ ചേരിയെ രൂപപ്പെടുത്തുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെതായ സംഭാവനകൾ അർപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുക സാധ്യമല്ല. നിങ്ങൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് വിജയിക്കുക സാധ്യമല്ല. അത് നിങ്ങളുടെ ആശയ ദാരിദ്ര്യം കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിലുള്ള കഴിവുള്ള അതുപോലെ തന്നെ മികവുള്ള ആളുകളുടെ അഭാവം കൊണ്ടല്ല.
മറിച്ച് നിലവിലുള്ള സമകാലിക രാഷ്ട്രീയത്തിന്റെ വേലകൾ ഒപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല, അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടും എന്ന് അദ്ദേഹം ഒട്ടും മടികൂടാതെ എന്നോട് തുറന്നു പറഞ്ഞു. അഥവാ നിലവിലുള്ള രാഷ്ട്രീയം വേലയുള്ള രാഷ്ട്രീയമാണ്, വേലത്തരങ്ങളുള്ളവരുടെ രാഷ്ട്രീയമാണ്, അത്തരം വേലത്തരങ്ങൾ ഉള്ളവർക്ക് വേണ്ടി നിലനിൽക്കുന്നവരുടെ രാഷ്ട്രീയമാണ്. നിങ്ങൾ പ്രാദേശിക രംഗത്തേക്ക് സാമൂഹ്യ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും കടന്നു ചെല്ലുക. ഞാൻ പറയുന്നു, ടി.പി. ചന്ദ്രശേഖരന്റെ വധത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഒരുപാട് മുഖംമൂടികൾ പിച്ചു ചീന്തുവാനുള്ള അവസരമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ മനുഷ്യർക്ക് ചില കപടന്മാരുടെ യഥാർത്ഥ മുഖമെങ്കിലും തിരിച്ചറിയുവാനുള്ള സന്ദർഭം ഇതിലൂടെ ഒരുക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യാഥാർത്ഥ്യത്തോടുകൂടി നാം കാര്യങ്ങളെ കാണുവാൻ സന്നദ്ധമാകണം. ഇവിടെ ആരാണ് തീവ്രവാദികൾ, ഇവിടെ ആരാണ് ഭീകരവാദികൾ? എനിക്കും നിങ്ങൾക്കുമൊക്കെ പലപ്പോഴും മനസ്സുകളിൽ തെളിഞ്ഞു വരുന്ന, നമ്മുടെ മീഡിയകളും ചാനലുകളും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ എല്ലായ്പ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതങ്ങളും ദർശനങ്ങളും സമുദായങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവർ നടത്തിയിരിക്കുന്ന കൊലപാതകങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിന് നടത്തിയിരിക്കുന്ന ആക്രമണങ്ങളുടെയും ലിസ്റ്റ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും ഒരു ഭാഗത്ത് സീറോയും, ഭീകരവാദികളുടെ ബാലൻസ് ഷീറ്റിൽ സീറോയും, മറുഭാഗത്ത് ഒരുപാട് കൊലപാതകങ്ങളുടെ കണക്കുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴെ തലത്തിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കാൻ സന്നദ്ധമായാൽ, നിങ്ങൾക്ക് ജനകീയമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനാകണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ എല്ലാ അരുതായ്മകൾക്കും കൂട്ടുനിൽക്കേണ്ടതായിട്ട് വരുന്നു. എന്തിനാണ് രാഷ്ട്രീയം എന്ന ചോദ്യത്തിന് താഴെ തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറുപടി എന്താണ്? ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ ഹൈജാക്ക് ചെയ്യാനാണ് രാഷ്ട്രീയം. ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് പകരം കുറുക്കുവഴി തേടാനാണ് രാഷ്ട്രീയം. ഈ രാജ്യത്ത് വ്യാജവാറ്റിനാണ് രാഷ്ട്രീയം. ഈ രാജ്യത്ത് മയക്കുമരുന്ന് കടത്താനാണ് രാഷ്ട്രീയം. ഈ രാജ്യത്ത് കരിഞ്ചന്തക്കാരനെ കാവൽ നിൽക്കാനാണ് രാഷ്ട്രീയം. ഈ രാജ്യത്ത് കള്ളനെയും കൊള്ളക്കാരനെയും ഈ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനുകളിൽ പോയി റെക്കമെൻഡ് നടത്താനാണ് രാഷ്ട്രീയം. കൊല്ലാനും അതുപോലെ തന്നെ പെണ്ണ് പിടിക്കാനുമാണ് രാഷ്ട്രീയം. ഇത് താഴെ തലത്തിൽ നിന്ന് അതിന്റെ അളവനുസരിച്ച് മുകളിലേക്ക് എത്തുന്തോറും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സ്വഭാവത്തിൽ ഒരു സമൂഹത്തെ സമുദ്ധരിക്കുവാൻ, ഒരു രാജ്യത്തിന്റെ മൗലികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ, എന്നിട്ടതിന് പരിഹാരം കണ്ടെത്തുവാൻ, എന്നിട്ട് ആരോഗ്യമുള്ള ഒരു സമൂഹ സൃഷ്ടി സാധ്യമാക്കുവാൻ ആദർശാധിഷ്ഠിതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നിടത്ത് നിന്ന് ഗാന്ധിയന്മാർ ഗാന്ധിസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരന്റെ തൊഴിലാളിയെ വിസ്മരിച്ചുകൊണ്ട് അവനും മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ആരുടെയും കയ്യിൽ ആദർശമല്ല ഉള്ളത്, ഏതാണ്ട് എല്ലാവരുടെയും കയ്യിൽ ആയുധമാണുള്ളത്, മാരകായുധങ്ങളാണുള്ളത്, തോക്കാണുള്ളത്, ബോംബാണുള്ളത്, അതുപോലെ തന്നെ വടിവാളും കുന്തവുമാണുള്ളത്. ആദർശ രാഷ്ട്രീയത്തിന്റെ കാലം അസ്തമിച്ചിരിക്കുന്നു എന്ന് രാഷ്ട്രീയ മേലാളന്മാർ രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്തു വെക്കുന്നവർക്ക് ഗുരുതുലത്തിൽ നിന്ന് ഉപദേശം നൽകുന്നത് പോലെ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിന്റെ തെരുവ് ആരുടെ കയ്യിലാണ്? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിന്റെ തെരുവ് കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിലാണ്. ഇന്ന് കേരളത്തിന്റെ തെരുവ് കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിലാണ്. ആര്? സാധാരണക്കാര് മാത്രമല്ല കൊട്ടേഷൻ കൊടുക്കുന്നത്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന് വരെ അവന്റെ കയ്യിലുള്ള ആയുധം പോരാഞ്ഞിട്ട് രാജ്യത്തിന്റെ പോലീസ് സംവിധാനം വരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊട്ടേഷൻ സംഘത്തെയാണ്. അതുകൊണ്ടല്ലേ കൊല്ലത്ത് ഉണ്ണിത്താനെ വധിക്കാനുള്ള ശ്രമത്തിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഏതെങ്കിലും ആപ്പ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പത്രകോളത്തിലൂടെ തങ്ങൾക്കെതിരെ ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ വകവരുത്താൻ വേണ്ടി ആരെയാണ് അവർ കണ്ടെത്തിയത്? കൊട്ടേഷൻ സംഘത്തെയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമീപിക്കുന്നത് കൊട്ടേഷൻ സംഘത്തെ, രാഷ്ട്രീയ നേതാക്കൾ സമീപിക്കുന്നത് കൊട്ടേഷൻ സംഘത്തെ. പിന്നെ കേരളത്തിലുള്ള ജനങ്ങൾ ആരിലാണ് രാഷ്ട്രീയ അഭയം തേടേണ്ടത് എന്നെന്റെ സഹോദരന്മാർ ആലോചിക്കേണ്ടതുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് സംവിധാനം എന്നതെല്ലാം ഒരു കോമാളിക്കളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കൊട്ടേഷൻ സംഘമില്ലാത്ത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണുള്ളത്? ഞാൻ വളരെ ശക്തമായ ചോദ്യം ഉന്നയിച്ചാൽ ഈ ചോദ്യത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് കൊട്ടേഷൻ സംഘമില്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറയുക സാധ്യമല്ല. എല്ലാവർക്കും അത്യാവശ്യം കൊട്ടേഷൻ സംഘമുണ്ട്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും ഭീകരമായ ഗുണ്ടാ സംഘത്തെ, മാഫിയ സംഘത്തെ തളച്ചുകെട്ടുവാൻ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എന്നത് മൗലികമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമല്ലേ സുഹൃത്തുക്കളെ? ഏതേത് ഭരണകൂടം വന്നാലും കൊട്ടേഷൻ സംഘം മാണരുന്നിടത്ത് അവർക്കൊന്നും യാതൊരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് തലയെടുക്കണോ അതിന് ഇത്രയാണ് റേറ്റ്, നിങ്ങൾക്ക് കാല് വെട്ടണോ അതിന് ഇത്രയാണ് റേറ്റ്, കൈയും കാലും ഒന്നിച്ചാണ് വെട്ടേണ്ടത് അതിന് ഇത്രയാണ് റേറ്റ്, അതുപോലെ തന്നെ കാല് മാത്രം വെട്ടി മാറ്റണമോ അതിന് ഇത്രയാണ് റേറ്റ്, അതല്ല കൈയും കാലും ഒന്നിച്ചു വെട്ടിയിട്ട് ഒരു മാംസ കഷ്ണത്തെ മാത്രം നിലനിർത്തണോ അതിന് ഇത്രയാണ് റേറ്റ്. ഈ റേറ്റ് നിങ്ങൾക്കറിയണമെങ്കിൽ
ഒരുപക്ഷെ അരയിൽ കഠാര തിരികെ പുറത്ത് ജനാധിപത്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ രാഷ്ട്രീയ മേലാളന്മാരോട് ചോദിച്ചാൽ റേറ്റ് അവർ പറഞ്ഞു തരും. കൊട്ടേഷൻ സംഘമില്ലാത്ത കവല ഇന്ന് കേരളത്തിലുണ്ടോ? തിരുവനന്തപുരം പട്ടണത്ത്, അതുപോലെ തന്നെ എറണാകുളം പട്ടണത്തിൽ, കോഴിക്കോട് പട്ടണത്തിന്റെ തെരുവീഥികളിൽ വരെ ഒരുപക്ഷെ ഇരുട്ടിന്റെ മറവിൽ ഇതുപോലുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് വാണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ കൊട്ടേഷൻ സംഘത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ആ കൊട്ടേഷൻ സംഘത്തെ ആരാണ് വളർത്തുന്നത് എന്ന് മൗലികമായ ചോദ്യമാണ്. അത് വളർത്തുന്നത് ഈ രാജ്യത്ത് ആധുനികരെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അവർക്ക് അഭയം കൊടുക്കുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിന്റെ മുന്നിൽ അണിനിരത്തിയിരിക്കുന്ന 20 മന്ത്രിമാർ അല്ലെങ്കിൽ 20 മന്ത്രിമാരും 140ഓളം വരുന്ന ജനപ്രതിനിധികളുമാണ് കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ഇത് ഷോക്കേസിൽ വെച്ചിരിക്കുന്ന കേവലം ഷോക്ക് വേണ്ടിയുള്ള ജനപ്രതിനിധികൾ മാത്രമാണ്. ഇതിന്റെ നിഴലിൽ നിലകൊള്ളുന്നത് അധോലോക സംഘങ്ങളാണ്. ആ അധോലോക സംഘങ്ങൾ തട്ടേണ്ടവരെ തട്ടുന്നു, വെട്ടേണ്ടവരെ വെട്ടുന്നു, അതുപോലെ തന്നെ ഉന്മൂലനം ചെയ്യേണ്ടവരെ ഉന്മൂലനം ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയമായ വാക്പയറ്റിന് ശേഷം ഒത്തുതീർപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പ്രമാദമായ കേസുകൾ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു ഘട്ടത്തിനപ്പുറം മുന്നോട്ട് പോകുന്നില്ല? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ചന്ദ്രശേഖര വധത്തിന്റെ പേരിൽ കേരളത്തിൽ ആരും ആ രക്തത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ വളർത്താൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധ്യമല്ല. അത്തരം ഒരു സംസ്കാരം കേരളത്തിൽ സൃഷ്ടിച്ചെടുത്ത ഏതാണ്ടെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പങ്കാളികളാണ്. ആരാണ് ഇതിന്റെ ഇമാമ് എന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അതേതാണ്ട് നമ്മുടെ ഉന്മൂലന സിദ്ധാന്തം അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന CPIM-ന് അതിന്റെ ഇമാമത്ത് വകവെച്ചു കൊടുത്താലും മൗമൂമികളായിട്ട് ഏതാണ്ടെല്ലാ സമുദായത്തിനകത്തുള്ളവനും പുറത്തുള്ളവനും സോഷ്യലിസം പറയുന്നവനുമൊക്കെ ഇതിൽ പ്രതികളാണ് എന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാന്യനായ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കൊട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തിയ പരിചയമില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമാണ് അറിയുക. പാർട്ടി തന്നെ കൊട്ടേഷൻ സംഘമായി മാറിയാൽ പിന്നെ എന്തിനാണ് കൊട്ടേഷൻ സംഘത്തെ പാർട്ടി പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്നത് എന്ന് കേരളത്തിന് ചോദിക്കാതിരിക്കാൻ എങ്ങനെയാണ് കഴിയുക? കൊട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തുന്നത് ഒരുപക്ഷെ ആദ്യം അങ്ങനെ തുടർന്നോ, ഏതാണ്ട് മുന്നോട്ട് പോയി, പിന്നെ പാർട്ടിയിലേക്ക് കൊട്ടേഷൻ സംഘം വന്നതാണോ, അല്ല പാർട്ടി തന്നെ കൊട്ടേഷൻ സംഘമായി മാറിയതാണോ? കാലഘട്ടത്തിന്റെ സാഹചര്യത്തിന്റെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് CPIM-ന് അത്തരത്തിലുള്ള ഫാഷിസ്റ്റ് രൂപം കൊണ്ടുവന്നിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം. ഇന്ന് മറക്ക് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നാടകങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു TP ചന്ദ്രശേഖരനും മറ്റേ വധവുമായി ബന്ധപ്പെട്ടും ഈ നാടകം അരങ്ങേറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഇടതുപക്ഷ ഏകോപന സമിതിയുടെ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ കാലുവെക്കേണ്ടത് ഏത് തോണിയിൽ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് തോണിയിൽ നിങ്ങൾ കാലുവെച്ചാലും കുതികാല് വെട്ടുന്നവരാണ് ഇരുതോണികളിലും ഉള്ളത് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ഇടതുപക്ഷ ഏകോപന സമിതിക്കും ഉണ്ടാകണം. എന്തേ കേരളത്തിലെ പ്രമാദമായ കേസുകൾക്ക് സംഭവിച്ചത്? ഇടമലയാർ കേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും വായിച്ചതാണ് മാധ്യമം വീക്കിലിയിൽ വളരെ സുപ്രധാനമായ ഒരു ലേഖനം വന്നു. അതിന്റെ സാക്ഷികൾ, അതിൽ പലപ്പോഴും പേര് പരാമർശിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അകാരണമായി അസമയത്ത് വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് വധിക്കപ്പെട്ടത്? എന്താണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താതെ പോയത്? മലബാർ സിമെന്റ്സുമായി ബന്ധപ്പെട്ട കേസ് നിങ്ങൾക്കറിയാം. രാജ്യത്ത് ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ 2 കുട്ടികളും ആത്മഹത്യ ചെയ്തു എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവരെ കൊലക്കത്തിക്കിരയാക്കി. ഉദ്യോഗസ്ഥന്മാരാണ്, ഈ രാജ്യത്ത് മാന്യതയുള്ളവരാണ്, ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്. പക്ഷേ പ്രമാദമായ കേസിൽപ്പെട്ടതുകൊണ്ട് അവർ ക്രൂരമായി വധിക്കപ്പെട്ടു. കേരളത്തിലെ പ്രമാണമായ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നു. എന്തേ പുറത്തു വരാത്തത്? ഇടതന്മാർ വലതന്മാരെ പറയുമ്പോൾ, വലതന്മാർ ഇടതന്മാരെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിലുള്ള പ്രമാദമായ കേസുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സാക്ഷികൾ വരെ ഈ രാജ്യത്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ എന്തേ രാഷ്ട്രീയമായി ഗിരിപ്രഭാഷണം നടത്തുന്ന, ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന, ഹിംസയെക്കുറിച്ച് കലിതുള്ളുന്ന, എന്നിട്ട് കണ്ണീര് പൊഴിക്കുന്ന ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്താ സാധിക്കാതെ പോയത്? ഇതിനൊക്കെ ശേഷം ഇടതും വലതും മാറി മാറി വന്നല്ലോ. മാറി മാറി വരുമ്പോഴെല്ലാം ഒരു കോംപ്രമൈസ് പൊളിറ്റിക്സ് ഈ രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നെന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കോംപ്രമൈസ് പൊളിറ്റിക്സ് കൂട്ടുകച്ചവടമാണ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണ്. ഇടത്തോ വലത്തോ എന്ന് യാതൊരു വ്യത്യാസവുമില്ല. ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് TP ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയണം. അത് അതിക്രൂരമാണ്. നമ്മൾ പറയാറുണ്ട് മുഖത്തടിക്കാൻ പാടില്ല എന്ന്. മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറയുന്ന തത്വശാസ്ത്രമാണ് ഭീകരതയുടെ തത്വശാസ്ത്രമായി ചിത്രീകരിക്കപ്പെടാറുള്ളത്. മുഖത്തടിക്കാൻ പാടില്ല, മനുഷ്യന്റെ മുഖത്തടിക്കരുത് എന്ന് പറയുന്ന
പറയുന്ന ഒരു ദർശനമാണ് ഇവിടെ ബീഭത്സമായി ഭീകരമായി പലപ്പോഴും സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് ഈ രാജ്യത്തെ അൾട്രാ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്നവർ എടുത്തെറിയാറുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കുക, എത്ര ഭീകരമായിട്ടാണ് മുഖത്ത് 53 വെട്ടുകൾ വീഴ്ത്തിയിട്ടാണ് ആധുനിക പ്രസ്ഥാനങ്ങൾ അവരുടെ മഹാപ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? എത്ര ഭീകരമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യത്തിലുള്ള വേഗത എന്താണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ കാര്യത്തിൽ കാണാതെ പോകുന്നത്? ഒന്നാമത്തെ ദിവസം വളരെ പെട്ടെന്ന് തന്നെ വണ്ടി കണ്ടെത്തി. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് നെയ്യാറ്റിൻകര ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, അങ്ങനെ ഇടതുപക്ഷമാണ് ചെയ്തത് ഞാൻ പറയുന്നു, ഇടതാണോ വലതാണോ എന്നതല്ല എന്റെ പ്രശ്നം. എന്തുകൊണ്ട് സത്യസന്ധമായ സമീപനം സ്വീകരിക്കുവാൻ ഇടതിനും വലതിനും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും സംശയത്തിന്റെ നിഴൽ വീണിരിക്കുന്നത് CPIM-ന്റെ നേർക്ക് തന്നെയാണ്. അതിൽ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കൊലപാതകത്തിൽ പ്രതിയാണോ പ്രതിയല്ലേ എന്ന് പറയേണ്ടത് ഞാനല്ല. പക്ഷേ CPIM-നെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു കാവ്യനീതി ഇതിലുണ്ട് എന്ന് നിങ്ങളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങളത്ര വിശുദ്ധന്മാരല്ലാത്തത് കൊണ്ടാണ് കേരളത്തിന് നിങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു വെക്കേണ്ടി വരുന്നത് എന്ന് CPIM-ന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വ്യക്തമാക്കേണ്ടതുണ്ട്. TP ചന്ദ്രശേഖരനെ കൊന്നത് നിങ്ങളാണ് എന്നതല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിൽ അത്തരമൊരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ വഴിമരുന്നിട്ട് അതിനെ ആ അർത്ഥത്തിൽ പ്രൊഫഷണലായി വളർത്തിക്കൊണ്ടുവന്ന പാർട്ടി ഓഫീസുകൾ ബോംബ് ശേഖരങ്ങളുടെയും ആയുധ ശേഖരങ്ങളുടെയും കേന്ദ്രമാക്കി വെച്ചെടുത്ത് ഈ രാജ്യത്ത് CPIM-ന് ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. ഉന്മൂലന സിദ്ധാന്തത്തിന്റെ പേരിൽ ഒരുപാട് ചെറുപ്പക്കാരെ കുരുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഷുക്കൂറിനെ കൊന്നു, മുസ്ലിം യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഷുക്കൂറിനെ വധിച്ചു. അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തലശ്ശേരിയിൽ വധിച്ചു. തങ്ങളുടെ പ്രതിയോഗികളെ വധിച്ചു കളയ. അവർക്ക് ഉമ്മമാരില്ലേ, അവർക്ക് മക്കളില്ലേ, അവർക്ക് ഭാര്യമാരില്ലേ, അവരെ സ്നേഹിക്കുന്ന ഒരു കുടുംബമില്ലേ, അവരെ അവലംബിക്കുന്ന ഒരു ജനതയില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഒരു രാജ്യത്തെ സാമൂഹ്യ പരിവർത്തനത്തിന് നിങ്ങൾ സ്വീകരിക്കുന്ന വഴി. ഞങ്ങൾക്കത് മനസ്സിലാകാത്ത വഴിയാണ്. അത് മനസ്സിലാകാത്ത നമ്മളെയാണ് പലപ്പോഴും നിങ്ങളൊക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താറുള്ളത്. നിങ്ങൾക്ക് ആയുധം കൊണ്ട് സംസാരിക്കാം, അങ്ങനെയാണല്ലോ സംസാരിക്കാറുള്ളത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ സെക്യുലറിസ്റ്റ് ആണ് എന്റെ നാട്ടുകാരനായ മന്ത്രി. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ എല്ലാവരെ കുറിച്ചും പറയാൻ നമ്മൾ കഥ പറയാൻ തീരുമാനിച്ചാൽ ഏതാണ്ട് എല്ലാവർക്കും ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള നല്ല പ്രൊഫൈലോട് കൂടിയാണ് ഏതാണ്ട് എല്ലാ മന്ത്രിമാരും നമ്മുടെ നാട്ടിലുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഈ അടുത്ത് ചാനലുകളിൽ അഭിമുഖീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദിയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ജമാഅത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാം, ഞാനിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വർത്തമാനം എന്താണ്? എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയാൽ ഞാൻ വെടിവെക്കും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അത്തരം ഒരു ചരിത്രം മലബാറിലും മലപ്പുറത്തും നിലമ്പൂരും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. ഞാൻ പറയുന്നതല്ല. സഖാവ് കുഞ്ഞാലിയുടെ വധവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളിൽ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയാൽ ഞാൻ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ പഴയകാല ഓർമ്മയുള്ള ആളുകൾ അദ്ദേഹം എങ്ങാനും വെടിവെച്ചാലോ എന്ന് മനസ്സിലാക്കി പോയാൽ അവരുടെ അപരാധമല്ല. ഇവരൊക്കെ സമാധാനത്തിന്റെ വക്താക്കളാണ്, ഇവരൊക്കെ ശാന്തിയുടെ സന്ദേശവാഹകരാണ്, ഇവരൊക്കെ ഈ രാജ്യത്ത് ക്ഷേമസമ്പൂർണമായ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഞാൻ പറയുന്നത് സാധാരണക്കാരനെ കബളിപ്പിക്കുന്ന ഈ രാഷ്ട്രീയത്തിന്റെ നിഴൽനാടകം അവസാനിപ്പിക്കുവാൻ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് വഴിമരുന്നായി മാറേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സംശയത്തിന്റെ നിഴലിൽ ഇടതുപക്ഷം വരുന്നത് അവരുടെ ചെയ്തികൾ കാരണം തന്നെയാണ്. നമുക്കറിയാം കണ്ണൂരിൽ എത്ര വിധവകളാണ്, എത്ര അനാഥകളാണ്. എങ്ങനെയാണ് അവർ വിധവകളും അനാഥകളുമായത്? നമുക്കറിയാം ഒരുപാട് വിധവകളെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ CPIM-ന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്യാമ്പസുകളിൽ നിന്നാണ് ബാലപാഠം അഭ്യസിക്കുന്നത്. ഏതാണ്ട് ഈ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം അത്യാവശ്യം ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് പേനയും പുസ്തകവും, അതിനപ്പുറത്ത് പ്രകടനം നയിക്കുമ്പോൾ വടിവാളും കുറുപടിയും അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലപാഠം ക്യാമ്പസിൽ നിന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളിലെത്തുന്നു. പാർട്ടി ഗ്രാമങ്ങളിലെത്തിയാൽ വിചാരണയും വിധിയും വധവും ഒക്കെ നടക്കുന്ന സാഹചര്യം CPIM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളാണോ നിങ്ങളല്ലേ എന്നല്ല, ഇതുവരെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഒരുപക്ഷെ സ്വാഭാവികമായ പ്രതിധ്വനിയാണ് TP ചന്ദ്രശേഖരന്റെ വധത്തോടുകൂടി നിങ്ങൾക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ ശരിവെക്കുന്ന വർത്തമാനമല്ലേ, അതുപോലെയുള്ള ബോഡി ലാംഗ്വേജ് അല്ലേ. ബഹുമാന്യനായ പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത്? കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയാണ്. അപ്പോൾ കുലംകുത്തി എവിടെ നിന്നാണ് ഈ കുലം കുത്താൻ തുടങ്ങിയത്? സ്വന്തം പാർട്ടി തന്നെ മറുഭാഗത്ത് കുലംകുത്തി പോന്നതാണ് എന്നതുപോലും അദ്ദേഹം വിസ്മരിക്കുന്നു. ഞാൻ അതിലേക്ക് പ്രവേശിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുറമേയുള്ള വർത്തമാനം
ശതമാനങ്ങൾക്കപ്പുറത്ത് ഈ രാജ്യത്ത് രാഷ്ട്രീയ മേഖല എന്ന് പറഞ്ഞാൽ എന്തും ആകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തുടങ്ങണമെങ്കിലും രാഷ്ട്രീയമായ മേൽവിലാസം ഉണ്ടായാൽ മതി. നമുക്കറിയാമല്ലോ, ഏത് മാഫിയകളും അവരുടെ മാഫിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അച്ചാരം കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് പോന്നിട്ടാണ്. അതുകൊണ്ട് ഭൂമാഫിയ ഇവിടെ വാണരുളും, പിന്നെ പെൺവാണിഭ മാഫിയ ഇവിടെ വാണരുളും, അതുപോലെ തന്നെ ഇവിടെ ബ്ലേഡ് മാഫിയ ഈ രാജ്യത്ത് കിടിലം കൊള്ളിക്കും. അതുപോലെ തന്നെ എല്ലാ മാഫിയകൾക്കും ഈ രാജ്യത്ത് വിലസാൻ കഴിയുന്ന അവസരം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇത്തരം മാഫിയകളുടെ നിലയിലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലയിലാണ് ഈ രാജ്യത്തിന്റെ മാഫിയകൾ തളച്ചു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെ സംശയത്തിന്റെ നിഴൽ വീണ്ടിട്ടുണ്ട് എങ്കിൽ അത് CPIMന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എന്ന് CPIMന്റെ നേതൃത്വം മനസ്സിലാക്കണം. ഇപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ദാർഢ്യത്തോടുകൂടി അതിനെ പരിഗണിക്കുന്നതിന് പകരം അവഗണിച്ചുകൊണ്ടുള്ള ദാർഢ്യം ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ CPIM അവസാനിപ്പിക്കേണ്ടതാണ്. ഇനി അതിന് വിചാരണക്ക് വരുന്നതാരാ? നമ്മുടെ സാക്ഷാൽ സംഘപരിവാറാണ് വരുന്നത്. എന്തോ ഒരു സമാധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് സംഘപരിവാർ എന്ന് കേരളത്തിന് അറിയില്ലേ? ആരാണ് സംഘപരിവാർ എന്ന് ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് അറിയില്ലേ? നിങ്ങൾക്കറിയാം, ഗുജറാത്ത് കലാപത്തിന്റെ ഘട്ടത്തിൽ ജീവന് വേണ്ടി കേണപേക്ഷിച്ച പാവപ്പെട്ട ഗർഭിണിയായ സ്ത്രീകളുടെ വയറ് പിളർത്തി അതിൽ നിന്ന് ചോരപ്പൈതലിനെ തൃശൂലമിന് മുമ്പിൽ കോർത്തുകൊണ്ട് ആർത്തട്ടഹസിച്ച വർഗീയ കോമരങ്ങളുടെ പ്രതിനിധികളാണ് TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഈ അർത്ഥത്തിൽ കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ ജനങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമുണ്ടാകണം, ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ടാകണം, ഇവിടുത്തെ ജനങ്ങൾക്ക് സത്യസന്ധമായ നിലപാട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം, ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ രാഷ്ട്രീയ കാപ്പട്യം അവസാനിച്ചു കിട്ടണം. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ നമുക്കറിയാം, സംഘപരിവാറിന്റെ ദുശ്ചെയ്തികളെ കുറിച്ചുള്ള നീണ്ട കഥകളല്ലേ ഗുജറാത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. എന്നിട്ട് നമ്മൾ കണ്ടത് ഏതോ ഹാളിൽ ഒരുമിച്ചു കൂടിയ 10-30 വരുന്ന ആളുകളെ ചുട്ടുകൊല്ലുക. അത് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് പ്രണേഷ് കുമാർ എന്ന് പറയുന്ന കേരളീയനായ ജാവേദിനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദിയെ വധിക്കാനാണെന്ന പേരിൽ അതിക്രൂരമായി വധിച്ചു കളയുക. അതുപോലെ തന്നെ സൊഹറാബുദ്ദീൻ ഷെയ്ഖിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ കൗസർബിയെയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ പെൺകുട്ടിയെയും കൊന്നുകളയുക. ഇങ്ങനെ രാജ്യത്ത് നരഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാരെ താങ്ങി നിർത്തിക്കൊണ്ട് ന്യായീകരിച്ചുകൊണ്ടുമാണ് കേരളത്തിൽ മാനിഷാദ പാടാൻ BJPയെ പോലെയുള്ള സംഘപരിവാർ ശക്തികൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുന്നത്. ഇതുപോലെ എല്ലാ മുഖംമൂടികളും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പിന്നെ സമാധാനത്തെ കുറിച്ച് പറയുന്നത് കോൺഗ്രസ് ആണ്. കണക്കെടുപ്പ് നടത്തണമെങ്കിൽ അത് ഡൽഹിയിൽ നിന്ന് എടുക്കണം. ഏതാണ്ട് കേരളത്തിലേക്ക് എത്തുമ്പോഴേക്ക് അത്യാവശ്യം ട്രെയിനിന്റെ എല്ലാ വാഗണും ഫുള്ളാകാൻ മാത്രമുള്ള കൊലപാതകങ്ങളുടെ കണക്ക്, ഹിംസാത്മകമായ രാഷ്ട്രീയത്തിന്റെ കണക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അവകാശപ്പെടാനുണ്ട്. പിന്നീട് കേരളത്തിന്റെ ടാവട്ടത്തിൽ അത്യാവശ്യം ഏതാനും മേഖലകളിൽ മലബാറിന്റെ മൂലകളിൽ ആ അർത്ഥത്തിൽ വളർന്നു വരാൻ കഴിഞ്ഞ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം. അത്യാവശ്യത്തിന് അവരുടെ കയ്യിലുള്ള അവരുടെ കയ്യിലും അത്യാവശ്യത്തിനുണ്ട്. ഇവരൊക്കെ എന്തോ ഒരു സമാധാന പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമാധാന കാംക്ഷികൾ എന്ന വ്യാജേന ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ തുറന്നു കാണിക്കുവാൻ ഇത്തരം സന്ദർഭങ്ങളെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാ കാസർഗോഡ് കലാപം നടന്നത്. ആ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാ? അത് കഴിഞ്ഞിട്ട് നാദാപുരത്ത് വന്നല്ലോ. പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ, അതുപോലെ തന്നെ മതമൗലികവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയാണ്. ആ മാസ്റ്റർ ബ്രെയിൻ ആയ സയ്യിദ് മൗദൂദിയുടെ സാഹിത്യം വായിച്ചിട്ടില്ലല്ലോ. അങ്ങ് നാദാപുരത്ത് നരിക്കാട്ടിയിലെ 5 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അതിക്രൂരമാംവിധം ബോംബുണ്ടാക്കുന്ന ഘട്ടത്തിൽ ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, TP ചന്ദ്രശേഖരന്റെ ശരീരം പോലെ തന്നെ അങ്ങ് നരിക്കാട്ടിയിൽ അതിക്രൂരമായി ബോംബ് പൊട്ടി ശരീരം ഛിന്ന ഭിന്നമായി ഭീകരവും പ്രാകൃതവുമായി മരണപ്പെട്ട പാവപ്പെട്ട MSFന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും ഈ രാജ്യത്ത് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പട്ടികയിൽ തന്നെ വരുന്നതല്ലേ? ആരാണ് അവരെ കുരുതിക്ക് കൊടുത്തത്? ആരാണ് അവരോട് ആദർശം കൊടുക്കാതെ ആയുധം കൊടുത്തത്? ആരാണ് അവരോട് ബോംബിന്റെ രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുത്തത്? അപ്പോൾ ഒരു ഭാഗത്ത് ബോംബ് കൊടുക്കുക, മറുഭാഗത്ത് ആയുധം കൊടുക്കുക, ആയുധവും ബോംബും കൊടുത്തതിന്റെ പുറമെ കൊട്ടേഷൻ സംഘത്തെ കൊടുക്കുക, എന്നിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള വിദ്യയും കലയും പഠിപ്പിക്കുക, എന്നിട്ട് സന്ദർഭം കിട്ടുന്ന എല്ലാ ഘട്ടങ്ങളിലും പ്രതിയോഗികളെ ആയുധം ഉപയോഗിച്ച് വകവരുത്തുന്ന ഉന്മൂലന സിദ്ധാന്തം നടപ്പാക്കുക. ഓരോരുത്തരും അവനവന് കിട്ടുന്ന താവട്ടത്തിൽ സമഗ്രാധിപതിയാൻ, ഫാസിസ്റ്റാൻ, അതുപോലെ തന്നെ ഏതാണ്ട് തീവ്ര
തീവ്രവാദിയാണ്. എന്നിട്ട് കേരളത്തോട് ഇവരൊക്കെ കൂടി ചേർന്ന് നിന്ന് വെടുക്കൽ ചിരിച്ചിട്ട് അരയിൽ കഠാരയും കരുതിയിട്ട് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുക. ഈ തിട്ടൂരം അവസാനിപ്പിക്കണമെന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ഈ സന്ദർഭത്തിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ മേലാളന്മാരോട് പറയാൻ കഴിയേണ്ടത്. എന്നിട്ടൊരു സംശുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ, ആത്മാർത്ഥമായ സമീപനം സ്വീകരിക്കുവാൻ, ഹിംസാത്മകമായ രാഷ്ട്രീയത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ കേരളത്തിലെ ഇടതു വലതു പക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിക്കണം എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പമാണ്. എന്നിട്ട് മതത്തിന് നേരെ എല്ലാവരും പെട്ടെന്ന് വായിട്ട് കീറലാൻ. മതം എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദത്തിന്റെ പ്രതീകമാണ്. രാഷ്ട്രീയം അത് എന്തുമാകാം, ആരെയും കബളിപ്പിക്കാം. തങ്ങൾക്ക് 4 വോട്ട് കിട്ടുന്ന ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിൽ എന്തെന്ത് ആയുധമുണ്ടോ ഏതായുധവും സന്ദർഭവും തക്കവും നോക്കി പ്രയോഗിക്കാൻ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമർത്ഥന്മാരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, എന്തെല്ലാം കബളിപ്പിക്കലായി ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്, എത്രയെല്ലാം ഘട്ടങ്ങളിൽ എന്തെല്ലാം സ്വഭാവത്തിലെ രാഷ്ട്രീയ പരിണാമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. ഇടതും വലതും ഒക്കെ ഏതാണ്ട് ഈ കാര്യത്തിൽ കണക്കന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കറിയാം, ഇപ്പൊ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട മന്ത്രി PJ ജോസഫ് എന്താ ഒരിക്കൽ പറഞ്ഞത്, മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു, 32 ലക്ഷം അതാ കടലിൽ പോകാൻ പോകുന്നു, അതുകൊണ്ട് വിളിച്ചോളൂ, എന്നിട്ട് പിടിച്ചോളൂ. എന്തെല്ലാം ചർച്ചയാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. ഏതാണ്ട് സംയുക്ത കമ്മിറ്റി വെച്ച് കമ്മിറ്റി പഠനം നടത്തി ജസ്റ്റിസ് PT തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു അങ്ങനെ യാതൊരു കുഴപ്പവുമില്ല. ഒരു രാജ്യത്തെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുൾമുനയിൽ നിർത്തിയിട്ട് കബളിപ്പിച്ച് പിറവം തെരഞ്ഞെടുപ്പ് നടത്തി രക്ഷപ്പെട്ട ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ വഞ്ചനക്കെതിരെ എന്തേ നമ്മുടെ രാജ്യത്താരും സംസാരിക്കാതിരുന്നത്? മീഡിയകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ മേലാളന്മാർ പറയുന്നത് ഏറ്റുപറയുന്ന മെഗാഫോണായി വർത്തിക്കുന്നതിന് പകരം ആദർശ രാഷ്ട്രീയം എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആവാനെങ്കിലും അവർ സന്നദ്ധമാകേണ്ടതുണ്ട്. മറുചോദ്യം ചോദിക്കുവാൻ നമ്മുടെ മീഡിയ പ്രവർത്തകർക്ക് സാധിക്കേണ്ടതുണ്ട്. മറുശബ്ദമായി മാറുവാൻ മീഡിയ പ്രവർത്തകർക്ക് സാധിക്കേണ്ടതുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പദത്തോട് നീതി പുലർത്തുവാൻ നമ്മുടെ മീഡിയ പ്രവർത്തകർക്ക് സാധിക്കേണ്ടതുണ്ട്. ഓടുമ്പോൾ ഓടുന്ന, ചാടുമ്പോൾ ചാടുന്ന, കരയുമ്പോൾ കരയുന്ന, പറയുമ്പോൾ പറയുന്ന, അതിനപ്പുറത്ത് ഓടുകയും ചാടുകയും ചിരിക്കുകയും കരയും ഒക്കെ ചെയ്യുന്ന ഈ നാടകത്തിൽ ഈ രാജ്യത്ത് നിറഞ്ഞാടുന്ന ഈ രാജ്യത്തെ അഭിനേതാക്കളോട് ഈ അഭിനയം അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെടുവാനുള്ള ഉൾക്കാഴ്ച ഈ രാജ്യത്തെ മീഡിയ പ്രവർത്തകർക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാലോ, 5ാം മന്ത്രിയുടെ ചർച്ച വന്ന മുമ്പ് 5ാം മന്ത്രിയുടെ ചർച്ച വന്നപ്പോൾ കേരളം പ്രബുദ്ധമാണ്, കേരളം സാക്ഷരമാണ്, കേരളം മതസൗഹാർദ്ദത്തിന്റെ പൂങ്കാവനമാണ്, കേരളത്തിൽ സഹവർത്തിത്വത്തിന്റെ എല്ലാ അർത്ഥത്തിലും വളരെ മലർവാടിയാണ്, ആരാമമാണ്. എന്തൊക്കെയാണ് നാം കേരളത്തെ കുറിച്ച് പറഞ്ഞത്? ഏതാണ്ട് ഒരു 5ാമത്തെ മന്ത്രി വന്നപ്പോൾ കേരളത്തിന്റെ അകത്ത് പൊതിഞ്ഞു വെച്ച വർഗീയതയുടെയും സാമുദായികതയുടെയും എല്ലാ ആൾരൂപങ്ങളും പൊതുമണ്ഡലത്തിൽ വന്ന് കതറണിഞ്ഞും കതറണിയാതെയും ഒന്നുമണിഞ്ഞും ഒന്നുമണിയാതെയും നൃത്തം ചവിട്ടുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതല്ലേ. എന്താ പ്രശ്നം? ഒരു മന്ത്രി അപ്പുറത്ത് കൊടുക്കണം, അപ്പോഴേക്ക് NSSനെ ചാടിച്ചു, അപ്പുറത്ത് SNDPയെ ചാടിച്ചോ, അത് കഴിഞ്ഞിട്ട് സാക്ഷാൽ കതിർധാരികൾ തന്നെ രംഗത്ത് വന്നോ. എന്നിട്ട് കേരളത്തിന്റെ അകമേ നമ്മൾ മറച്ചു വെച്ച, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പുറത്തേക്ക് പറയുന്ന കേരളത്തെ കുറിച്ച് അഭിരമിക്കുന്നതിന് പകരം അകത്ത് നാറുന്ന അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ഫാഷിസത്തിന്റെയും സമഗ്രാധിപത്യത്തിന്റെയും കൊട്ടേഷ സംഘങ്ങളുടെയും കറപ്ഷന്റെയും കൂത്തരങ്ങായി മാറിയ കേരളത്തിന്റെ അകത്തളത്തെ കുറിച്ച് എന്തേ ധീരമായി സംസാരിക്കാൻ ഈ രാജ്യത്തെ പ്രബുദ്ധ കേരളം എന്താ സന്നദ്ധമാകാത്തത്? അതിനെക്കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഇതുപോലുള്ള വേദികൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരം ഒരു കേരളമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സെൻകുമാർ കമ്മിറ്റി പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് കേരളത്തിന്റെ കറപ്ഷനുമായി ബന്ധപ്പെട്ട 87% പൊളിറ്റിക്കൽ പാർട്ടീസാണ്. ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്തുമാകാവുന്നതാണ്, മതം എന്ന് പറഞ്ഞാൽ മിണ്ടിക്കൂടാത്തതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് മതം? തൊട്ടാൽ പൊട്ടുന്ന സാധനമാണ്. അതുപോലെ തന്നെ വികാരം തൊട്ടാൽ വ്രണപ്പെടുന്ന സാധനമാണ്. അതുകൊണ്ട് മതം സമീപിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ആധുനിക പ്രസ്ഥാനങ്ങളോ അവർ കുറ്റമറ്റ പരിശുദ്ധ നെയ്യാൻ, അതുകൊണ്ട് അവർക്ക് എന്തുമാകാം എന്ന ഒരു സമീപനം കേരളത്തിൽ തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ആധുനിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ലോകത്ത് തന്നെ ഹിംസയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതത്തിന്റെ ചരിത്രം പഠിക്കണം. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ആധുനിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പഠിക്കണം. ഞാനിപ്പോൾ മതത്തിലേക്ക് നീങ്ങുകയല്ല, കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തെ ഈ സന്ദർഭത്തോട് ഞാൻ ബന്ധിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഭീകരതയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താ ഈ രാഷ്ട്രീയക്കാർ വരാതെ പോകുന്നത്? അപ്പോൾ രാഷ്ട്രീയത്തിൽ ബോംബാകാം എന്നതാണോ അതിന്റെ അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് തന്നെ ഹിംസാത്മകമായ രാഷ്ട്രീയത്തിന്റെ നേതൃത്വം കൊടുത്തത് ആധുനിക പ്രസ്ഥാനങ്ങളാണ്. നമുക്കറിയാമല്ലോ, 1ാം ലോക യുദ്ധമുണ്ടായത് മതത്തിന്റെ ഭാഗത്തു നിന്നാണോ? 2ാം ലോക യുദ്ധമുണ്ടായത് മതത്തിന്റെ ഭാഗത്തു നിന്നാണോ? ഇന്ത്യയിൽ നടന്ന നിരവധി കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാരാ? കേരളത്തിൽ പോലും നടന്ന വിവിധ കലാപങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കണം. ഞാൻ പറയുന്നു,
പറയുന്നു, മതസമൂഹത്തിന് നേരെ അല്ലെങ്കിൽ മതസംഘങ്ങൾ നേരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമുക്കൊക്കെ അധിക്ഷേപിക്കാവുന്ന സംഭവം ഏതാ? മാറാടിനെ കുറിച്ച് പറയാം. മാറാടിൽ 9 പേരെ വധിക്കുകയുണ്ടായി. ഒരു പക്ഷേ ഞാൻ പറയുന്നു, മാറാടിന്റെ പോലും രാഷ്ട്രീയത്തിന്റെ തലനാരിയെ ചീന്തിക്കഴിഞ്ഞാൽ അതിന്റെ അടിവേരെത്തുന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പാർട്ടി ഓഫീസുകളിലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല. അഥവാ മാറാടിന്റെ പിന്നിൽ, വിഴിഞ്ഞം കലാപത്തിന്റെ പിന്നിൽ, പൂന്തറ കലാപത്തിന്റെ പിന്നിൽ, കേരളത്തിൽ നാദാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ പിന്നിൽ, പുതുപ്പള്ളി തെരുവിൽ, പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ നടന്ന കലാപത്തിന്റെ പിന്നിൽ, ഈ കേരളവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ചു കേൾക്കുന്ന മതവർഗീയ കലാപങ്ങൾ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിലെല്ലാം നാം അന്വേഷിച്ചു നിന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ്, രാഷ്ട്രീയ താല്പര്യങ്ങളിലാണ് അത് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും വളരെ പെട്ടെന്ന് അത് മതസംഘടനകളിലേക്കും മതസമൂഹത്തിലേക്കും തിരിച്ചുവിടുന്ന ഒരു സമീപനം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും രക്ഷപ്പെടാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ മേലാളന്മാർക്ക് പോലും അവരുടെ കൈകൾ കഴുകി വൃത്തിയാക്കുന്നതിന് അവർ കണ്ടെത്തിയിരിക്കുന്ന ഏതോ അർത്ഥത്തിലുള്ള സംവിധാനമാണ് മതം എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ബിപിൻ ദാസ് എന്ന് പറയുന്ന ഒരാളുടെ ഇന്നോവ വാനിനകത്ത് എങ്ങനെയാണ് മാഷാ അല്ലാ വന്നത്? ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ മാലേഗാവ് ബോംബ് സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്ത സംഘപരിവാർ ആ ബൈക്കിന്റെ പിന്നിൽ 786 എന്ന് എഴുതി വെച്ചു. അതേ നീചകൃത്യം എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കപ്പെട്ടോ? ബിപിൻ ദാസിന്റെ കയ്യിൽ നിന്ന് വാടകക്കെടുത്ത ഇന്നോവ കാറിന്റെ പിന്നിൽ മാഷാ അല്ലാ എന്ന് എഴുതിയത് ആരെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ്? ഈ യുദ്ധം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായില്ലേ, എന്തേ കേരളം അവരെ രാഷ്ട്രീയ വിചാരണയ്ക്ക് വിധേയമാക്കാത്തത് എന്ന് ചോദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു ഭാഗത്ത് മാഷാ അല്ലാ എഴുതുക, മറുഭാഗത്ത് തവക്കൽത്തു അലല്ലാഹ് എഴുതുക, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നത് എഴുതിയിട്ട് പോകുക. തടിയന്റെ ഇവിടെ നസീറിനെയും അതുപോലെയുള്ള വ്യക്തികളെയും ഒക്കെ ഏതോ ബസ് സ്റ്റാൻഡിൽ വെച്ച ബോംബ് എന്നും പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ ചാനലുകൾ ആഘോഷിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, ഒരുപാട് തടിയന്റെ ഇവിടെ നസീറുമാരെ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞുകൊണ്ട് അധോലോക സംഘങ്ങൾക്കിടയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ അതിനേക്കാൾ ഭീകരന്മാരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് തടിയന്റെ ഇവിടെ നസീർ എന്ത് എന്നത് ഇനിയും തെളിയിക്കപ്പെടേണ്ടതാണ്. ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ജോസഫിന്റെ കൈവെട്ടി അത് തെറ്റാൻ, ജോസഫിന്റെ കൈവെട്ടിയത് തെറ്റായത് കൊണ്ടാണ് സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ, ഒരുപാട് പഴികേട്ട പ്രസ്ഥാനമാണ് സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ, ജോസഫിന്റെ കൈവെട്ടിയത്, ജോസഫ് ചെയ്തത് തെറ്റാണ്, ജോസഫിന്റെ കൈവെട്ടിയതും തെറ്റാണ്. പക്ഷേ ആ കൈ എത്ര നാൾ നിങ്ങൾ കണ്ടോ? ജോസഫിന്റെ കൈവെട്ടിയത് എത്ര നാൾ കണ്ടോ? എന്നാൽ ഇവിടെ എത്ര കൈകൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്? അതെന്താ? രാഷ്ട്രീയത്തിലെ കൈവെട്ടിയാൽ മുറിഞ്ഞാൽ അതിന് മുറിവല്ലേ ഉണ്ടാവുക? അതിലും സംഭവിക്കുന്നത് ആരോഗ്യ പ്രശ്നം തന്നെയല്ലേ? എത്ര കൈ നഷ്ടപ്പെട്ടവർ കണ്ണൂരിലുണ്ട്, എത്ര കൈ നഷ്ടപ്പെട്ടവർ കോഴിക്കോടുണ്ട്. കേരളത്തിൽ കൈയില്ലാത്തവരുടെ എണ്ണം നോക്കിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടി വെട്ടിയതാണെന്ന് മാത്രമേ നിങ്ങൾക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വരികയുള്ളൂ. ആ അർത്ഥത്തിൽ കൈവെട്ടി വികലാംഗരെ സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയം, വിപ്ലവം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, വികലാംഗരെയും അനാഥകളെയും വിധവകളെയും സൃഷ്ടിക്കുന്ന വിപ്ലവമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ നടത്തുന്നത്. എന്നിട്ട് ജോസഫിന്റെ കൈവെട്ടിയത് വമ്പിച്ച സംഭവമായി അത് ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഭവങ്ങൾക്ക് മതവർണ്ണം നൽകിയിട്ട് രക്ഷപ്പെടുക, മറ്റുള്ളത് മറക്ക് പിന്നിൽ എന്ത് അരുതായ്മകളും ചെയ്തു കൂട്ടുക. നമുക്കറിയാലോ, ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് ചേർത്തെടുത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, മനുഷ്യന്റെ മഹത്വം അംഗീകരിക്കുന്ന, അതുപോലെ തന്നെ സത്യസന്ധമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സംശുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടുന്ന സന്ദർഭം അധികരിച്ചിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ആശങ്കിക്കുന്നു. തിരുവഞ്ചൂരിന്റെയും DGPയുടെയും മാറിയുള്ള പ്രസ്താവനകളുടെ കളിക്ക് പിന്നിൽ മറ്റൊരു കളി നടക്കുന്നില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത് വരെ അത് കേസ് അട്ടിമറിക്കുവാനുള്ള നീക്കത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുവാനും അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനും പ്രബുദ്ധ കേരളം എന്ന ഒന്ന് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ, അവർക്ക് ഏതോ അർത്ഥത്തിൽ പ്രതികരണത്തിന്റെ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, അവർ ജീവിക്കുന്നു എന്ന് തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആർജവത്തോടുകൂടിയുള്ള നിലപാടെടുത്തുകൊണ്ട് നിയമത്തിന്റെ മുമ്പിൽ പ്രതികളെ കൊണ്ടുവരുന്നത് വരെയുള്ള അതിശക്തമായ പ്രക്ഷോഭ സമ്മർദ്ദം സൃഷ്ടിക്കുവാൻ ഈ രാജ്യത്തെ നന്മ കാക്ഷിക്കുന്ന ജനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേലാളന്മാർ ഇത്തരം രംഗത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പട്യങ്ങളെ ഇടത് വലത് വ്യത്യാസമില്ലാതെ തിരിച്ചറിയുവാനും യഥാർത്ഥത്തിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്തുവാനുള്ള നീക്കം ഒറ്റക്കെട്ടായി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.